ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ ബർഗറിൻ്റെ റെസിപ്പിയാണ്. ഞാനിവിടെ 400 ഗ്രാം മിൻസ്ഡ് ചിക്കനാണ് എടുത്തത്. ഇതിലേക്ക് ഒരു 5 വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതിടുക, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ആണ് ഞാൻ ചേർത്തത്. ബ്രെഡ് ക്രംസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മിൻസ്ഡ് ചിക്കൻ ഇല്ലെങ്കിൽ നമുക്ക് ചിക്കൻ മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മളിത് ഒന്ന് പാറ്റിയുടെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ റൗണ്ട് ഷേപ്പിൽ അത്യാവശ്യം വലുപ്പത്തിലാണ് എടുത്തത്, കുറച്ച് കട്ടിയിലും. ഇനി ഞാനിത് സൺഫ്ലവർ ഓയിലാണ് വറക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. തുറന്നു വെച്ചാണിത് കുക്ക് ചെയ്തത്. ഒരു സൈഡ് ഒരു 6 മിനിറ്റോളം എടുത്തു. അതിനുശേഷം തിരിച്ചിട്ടു. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണിത് ചൂട് വെച്ചത്. ഹൈ ഫ്ലെയിമിൽ ഇടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം ഒരു 6 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചിട്ടിട്ടുണ്ട്. മറ്റേ സൈഡിലും ഏകദേശം 5 മിനിറ്റോളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇത് കുക്കായി വന്നിട്ടുണ്ട്. എനിക്ക് 400 ഗ്രാം ചിക്കനിൽ നിന്നും 7 പാറ്റീസാണ് ഉണ്ടാക്കാൻ പറ്റിയത്. ഇനി നമ്മളൊരു ടിഷ്യൂ പേപ്പറിനായിട്ട് മാറ്റുകയാണ്. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ മുറിച്ച് കാണിക്കുകയാണ് വീഡിയോയ്ക്ക് വേണ്ടി. ഇത് കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇനിയും കുറച്ച് വെജിറ്റബിൾസ് ആണ് എടുത്തത് ബർഗറിൽ വെക്കാനായിട്ട്. അതിനുശേഷം സോസാണ് എടുക്കുന്നത്. സോസായിട്ട് നമുക്ക് കെച്ചപ്പും മയണൈസും ആണ് വേണ്ടത്. ഞാനിവിടെ കുറച്ച് നന്ദൂസ് പെരി പെരി മയണൈസ് എടുത്തിട്ടുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്, അതൊരിക്കലും നിർബന്ധമില്ല. ഇനി കുറച്ച് വെജിറ്റബിൾസും എടുത്തതിന് ശേഷം ബണ്ണ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വശത്തേക്ക് മയണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്, മറ്റേ വശത്തേക്ക് കുറച്ച് കെച്ചപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഈ പറഞ്ഞിട്ട് പെരി പെരി മയണൈസ് ഇവിടെ എനിക്ക് ടേസ്റ്റ് ഇഷ്ടമായിട്ട് മാത്രം ചേർക്കുന്നതാണ്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ഇതിന് ശേഷം നമ്മൾ വെജിറ്റബിൾസ് വെച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ ചേർക്കുന്നത് ലെറ്റ്യൂസും തക്കാളിയും കുക്കുംബറും സവാളയുമാണ്. ഇത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ പാറ്റിയും കൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ ബർഗർ ബണ്ണിൻ്റെ വലുപ്പത്തിനനുസരിച്ചായിരിക്കണം നമ്മൾ ചിക്കൻ്റെ പാറ്റീസ് ഉണ്ടാക്കേണ്ടത്. അതിന് കുറച്ച് വലുപ്പത്തിലിരുന്നെങ്കിൽ മാത്രമേ ബർഗർ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൂ. പാറ്റീസ് ഇങ്ങനെ പുറത്തോട്ട് കാണത്തക്ക വിധത്തിലിരിക്കണം. ഒരുപാട് തള്ളി നിൽക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ആ ബണ്ണിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെ എടുക്കുമ്പോഴാണ് നല്ലൊരു പെർഫെക്ഷൻ കിട്ടുന്നത്. ഇത് അത്യാവശ്യം നല്ല സ്പൈസിയാണ്. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ലെവലിലുള്ള സ്പൈസി ആയിട്ടുള്ള ബർഗറാണ്. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടോ ആഫ്റ്റർ സ്കൂൾ സ്നാക്സ് ആയിട്ടോ ഉപയോഗിക്കാനാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.